ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഡെസേർട്ടും ആയിട്ടാണ്. അപ്പം ഞാനിവിടെ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, കുൽഫി പുഡിങ്. അപ്പോൾ കുൽഫിയുടെ സെയിം ടേസ്റ്റിലുള്ള അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. നല്ല ക്രീമി ആയിട്ടും ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം, മുറിച്ചെടുക്കാൻ പാകത്തിനാണെങ്കിൽ അങ്ങനെയാണ്. ക്രീമി ആയിട്ട് തന്നെയുള്ള ഒരു പുഡിങ്ങാണിത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയുമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ചൈന ഗ്രാസ് അങ്ങനെയൊന്നും വേണ്ട. ഞാനിവിടെ കോൺഫ്ലോർ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം വളരെ എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.25 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാലെടുത്തിട്ടുണ്ട് 1.25 ലിറ്റർ. പിന്നെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മിൽക്ക്മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ബദാം ക്രഷ് ചെയ്തതാണ്, പിന്നെ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത്, കുറച്ച് പിസ്ത ക്രഷ് ചെയ്തത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ പാല് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇച്ചിരി ചുവട് കട്ടിയുള്ള പാനൊക്കെ വെക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ ഈ 1.25 ലിറ്റർ പാല് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. വറ്റിച്ചിട്ട് 1 ലിറ്ററും ഒരല്പം കൂടെ ആക്കിയെടുക്കണം. 1.25 ലിറ്റർ വേണ്ട, അത് വറ്റിക്കുമ്പോഴാണ് അതിന് ആ ഒരു ടേസ്റ്റ് വരുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ഈ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സാക്കി എടുക്കുവാണിത്. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇതിവിടെ ഇരിക്കട്ടെ. നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഈ പാല് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഈ സൈഡിലൂടെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നതൊക്കെ ഇതിലേക്ക് തന്നെ ചേർക്കണം, എന്നാലേ അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഇതിന് വരുള്ളൂ. ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർക്കാൻ. മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുമ്പോൾ മധുരം ചിലപ്പം അധികമായി പോകാൻ മതിയാവും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സിമ്മിലിട്ട് ചെയ്യുന്നതാണ് നല്ലതെങ്കിൽ പാല് വറ്റുകയും ചെയ്യും. ഞാനിതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഈ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് നല്ല മധുരമാണ്, അതുകൊണ്ട് മധുരം നിങ്ങൾ ശ്രദ്ധിക്കണം. മിൽക്ക് മെയ്ഡിൻ്റെയും പഞ്ചസാരയുടെ എല്ലാം കൂടെ മധുരമാകുമ്പോൾ ചിലപ്പം ഓവറായി പോവും. അതുകൊണ്ട് മിൽക്ക് മെയ്ഡ് എടുക്കുമ്പോൾ പഞ്ചസാര ലേശം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഈ നട്ട്സ് ഇതിലേക്ക് ചേർക്കാൻ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, ബദാം ചേർത്ത്, ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്ത കൂടെ ഒന്ന് ചേർക്കാം. ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ, നല്ലോണം പൊടിയൊന്നും വേണ്ട. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ സിമ്മിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കണം, ഫ്ലെയിം നല്ലപോലെ സിമ്മിലിടണം, കൂട്ടിയിടരുത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം.
ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം കൂട്ടിയിട്ടാൽ പെട്ടെന്ന് തന്നെ തിക്കായി പോവും. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റ് ആവുകയും ചെയ്യും. കോൺഫ്ലോർ കുക്കായി കിട്ടുകയില്ല. ഇത് വെന്ത് കിട്ടിയില്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ പച്ചച്ചവ മുന്നിലേക്ക് നിൽക്കും. അതുകൊണ്ട് തന്നെ സിമ്മിലിട്ട് വേണം ചെയ്യാൻ. കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ മിക്സ് കട്ടിയായി പോവാൻ മതിയാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഏകദേശം തിക്കായി വരുന്നുണ്ട്. ഇപ്പം കൈ എടുക്കരുത്, തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിക്ക് പിടിക്കാൻ മതിയാവും. അതുകൊണ്ട് നല്ലപോലെ ഇളക്കണം. ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ മിക്സ് നല്ലപോലെ തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ബദാമിൻ്റെ മിക്സോ അല്ലെങ്കിൽ പിസ്തായുടെ മിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ചെറിയൊരു കളർ കിട്ടുകയും ചെയ്യും, അതിൻ്റെ ചെറിയൊരു ഫ്ലേവർ വരികയും ചെയ്യും. ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒഴിക്കുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ ഏകദേശം ആയി. ഇത് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇത് മുഴുവനായിട്ട് ഈ ട്രേയിലേക്ക് തന്നെ ഒഴിക്കാം. ഇത് ഞാൻ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ മുറിച്ചെടുക്കുകയല്ല, ചെറിയ ചെറിയ ബൗളുകളിലാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോറിൻ്റെ അളവ് ഒരല്പം കുറയ്ക്കാം. ഇപ്പോൾ നമ്മൾ 5 ടേബിൾ സ്പൂൺ എടുത്തത് നിങ്ങൾക്കൊരു 4 3.5 എടുക്കാം. എങ്കിൽ നല്ല ക്രീമി ആയിട്ടുണ്ടാവും. സ്പൂൺ വെച്ച് കോരി കഴിക്കാൻ പാകത്തിനായിരിക്കും. അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പിൽ. ഇതിപ്പോൾ ഞാൻ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിനേക്കാളും കൂടേണ്ട ആവശ്യമില്ല. ഇതിപ്പം ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ സെറ്റായി കിട്ടും. ഇത് നല്ലപോലെ എല്ലായിടത്തേക്കും എത്താൻ പാകത്തിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് കുറച്ച് നട്ട്സ് എല്ലാം വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യുവാണ്. പിസ്തയും ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ക്രഷ് ചെയ്തതാണ്. അത് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണിത് ചെയ്യാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പം ചൈന ഗ്രാസ് ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കോൺഫ്ലോർ വെച്ച് മാത്രം ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.